വെൽക്കം ടു കഥാ ബോക്സ് മലയാളം. 18 വർഷം എയർപോർട്ടിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ കഥയാണിത്. ഇദ്ദേഹത്തിന്റെ പേരാണ് മെഹ്റാൻ കരീമി നസീരി. 1945 ഇറാനിൽ ജനിച്ച മെഹ്റാൻ ഒരു സാധാരണ ജീവിതമാണ് നയിച്ചിരുന്നത്. പഠനത്തിനായി യൂറോപ്പിലെത്തി. പിന്നീട് പല കാരണങ്ങളാൽ സ്വന്തം രാജ്യത്തിൽ നിന്ന് അകന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ബെൽജിയത്തിൽ അഭയാർത്ഥി പദവി ലഭിച്ചു. അതോടെ യൂറോപ്പിൽ ജീവിക്കാൻ അവസരമുണ്ടായി. പക്ഷേ 1988 അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും മാറി. പാരീസിൽ യാത്ര ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിന്റെ പ്രധാന രേഖകൾ നഷ്ടപ്പെട്ടു. പാസ്പോർട്ട് ഇല്ല, തിരിച്ചറിയാൻ രേഖകളില്ല. അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോകാൻ ശ്രമിച്ചു. പക്ഷേ അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ടു. വീണ്ടും ഫ്രാൻസിലേക്ക് അയച്ചു. എന്നാൽ ഫ്രാൻസിലും അദ്ദേഹത്തിന് നിയമപരമായി സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം ഒരു നിയമക്കുരുക്കിൽ കുടുങ്ങി. അദ്ദേഹത്തിൽ ആദ്യം വിചാരിച്ചത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങൾ തീരുമെന്നാണ്. എന്നാൽ ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളുമായി മാറി. അദ്ദേഹത്തിന്റെ പുതിയ വിലാസം പാരീസിലെ ചാൾസ് ഡി ഗോളി എയർപോർട്ടായി. എയർപോർട്ടിലെ ഒരു ചുവന്ന ബെഞ്ചിൽ അദ്ദേഹത്തിന്റെ കിടക്കയുമായി. യാത്രക്കാർ ഉപേക്ഷിച്ച പത്രങ്ങളും പുസ്തകങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി. ഓരോ രാവിലെയും അദ്ദേഹം എഴുന്നേൽക്കും, മുഖം കഴുകും, ഡയറി എഴുതും, പത്രം വായിക്കും, ആളുകളെ നോക്കിയിരിക്കും, പിന്നീട് വീണ്ടും കാത്തിരിക്കും. ഒരു ദിവസം തന്റെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷയിൽ. കാലം കടന്നുപോയപ്പോൾ എയർപോർട്ടിലെ ജീവനക്കാർ അദ്ദേഹത്തെ കുടുംബത്തെ പോലെ കാണാൻ തുടങ്ങി. ചില യാത്രക്കാർ അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുക്കും, ചിലർ വന്ന് സംസാരിക്കുകയും ചിലർ കത്തുകൾ എഴുതി. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാൻ മാത്രം എത്തി. അദ്ദേഹത്തിന്റെ ജീവിതം വാർത്തകളിൽ നിറഞ്ഞു. 1995 പിന്നീട് 1999 അദ്ദേഹത്തിന് പുറത്തേക്ക് പോകാനുള്ള നിയമപരമായ അവസരങ്ങൾ ലഭിച്ചു. ഫ്രാൻസും ബെൽജിയവും താമസ അനുമതി നൽകാൻ തയ്യാറായിരുന്നു. പക്ഷേ വർഷങ്ങളോളം ഒറ്റപ്പെട്ട് ജീവിച്ചതും സ്വന്തം തിരിച്ചറിയലിനെ കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളും കാരണം അദ്ദേഹം പല രേഖകളിലും ഒപ്പിടാൻ വിസമ്മതിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എയർപോർട്ട് ജീവിതം വീണ്ടും തുടർന്നു. നീണ്ട 18 വർഷം ശേഷം അത്രയും കാലം മെഹ്റാൻ ഒരു എയർപോർട്ടിനുള്ളിൽ തന്നെ ജീവിച്ചു. അവസാനം 2006 ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ ബെഞ്ചും സാധനങ്ങളും എല്ലാം നീക്കം ചെയ്തു. അങ്ങനെ 18 വർഷം എയർപോർട്ട് ജീവിതത്തിന് താൽക്കാലികമായി വിരാമമായി. പിന്നീട് അദ്ദേഹം അഭയകേന്ദ്രങ്ങളിലേക്കും താമസ സ്ഥലങ്ങളിലായിട്ടും ജീവിച്ചു. പക്ഷേ ഒരു കാര്യം മാറിയില്ല. അദ്ദേഹത്തിന്റെ മനസ്സ് ഇന്നും എയർപോർട്ടിലായിരുന്നു. ലോകം മുഴുവൻ സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ദിവസവും കണ്ടിരുന്ന ആ സ്ഥലം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വീട്. അവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മകൾ. 2004 അദ്ദേഹത്തിന്റെ ജീവിതം ഹോളിവുഡ് സിനിമയായ ദ ടെർമിനലിന് പ്രചോദനമായി. ലോകം അദ്ദേഹത്തെ ടെർമിനൽ മാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. 2022 ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷം മെഹ്റാൻ വീണ്ടും അതേ എയർപോർട്ടിലേക്ക് മടങ്ങിയെത്തി. മറ്റുള്ളവർക്ക് അത് വെറും ഒരു വിമാനത്താവളമായിരിക്കും, എന്നാൽ അദ്ദേഹത്തിന് അതൊരു വീടായിരുന്നു. അദ്ദേഹം അവിടെ വീണ്ടും താമസിച്ചു തുടങ്ങി. 2022 നവംബർ 12 അന്ന് ഉച്ചയോടെ എയർപോർട്ടിന്റെ ടെർമിനൽ വെച്ച് പെട്ടെന്ന് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. 76-ാം വയസ്സിൽ മെഹ്റാൻ കരീമി നസീരി മരണപ്പെട്ടു. എന്നാൽ അയാൾ ഇത്രയും വർഷം ജീവിച്ച അതേ എയർപോർട്ടിൽ വെച്ച് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും.